ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നതിനേക്കാളും മുന്നേ ഈ ഒരു സ്ഥലത്തേക്ക് പോകാതെ ഞാൻ നാട്ടിലേക്കില്ല എന്ന് മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. അത് നടത്തി തന്ന എൻ്റെ അനിയനെ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, പകരം ഇതാണ് കേട്ടോ എൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അത്രയായിരുന്നു അവിടുത്തെ തണുപ്പ്. അതാണ് ഈ പുകയായിട്ട് വന്നത്. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചതേ വീണ്ടും നമ്മൾ ബൈക്ക് റൈഡ് തുടങ്ങി. നമ്മുടെ ഈ യാത്ര ഫ്രം ചെലഗട്ട ടു ഞാൻ പിന്നെ പറയാം. പക്ഷേ നമ്മൾ രാവിലെ 4 മണിക്ക് ഇറങ്ങിയതാണെങ്കിലും കുറച്ച് ഡിലേ ആയിപ്പോയി. അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ വഴിയിൽ നിന്ന് തന്നെ നമുക്ക് നല്ല മഞ്ഞും ആ ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എങ്ങനെയാ പറയണമെന്ന് അറിയത്തില്ല. ഇതേ കണ്ടൊരു വെറൈറ്റി വീടാട്ടോ ഇത്. ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് ഒരിക്കലും ഗൂഗിൾ പേ മാത്രം വെച്ചുകൊണ്ട് പോകരുത്. ക്യാഷ് എന്തായാലും കൈമ പിടിക്കണം. ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ യുവർ ഗൂഗിൾ പേ. അച്ചു എന്ത് തോന്നുന്നു? ഉറങ്ങല്ലേ, പറ എന്തെങ്കിലും. പാവ രണ്ട് അവർ വണ്ടി ഓടിച്ച് വന്നതാണ്. 2.5 മണിക്കൂർ ഞാനിവിടെ എത്തിച്ചില്ല. അല്ല ശരി, നീയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഒറ്റ മൈൻഡിൽ വന്നതാണ് അത്. എന്തോ പിന്നെ എനിക്ക് ആ ഒരു ഇനി ഇവിടെ നിൽക്കാൻ ഇല്ല, ചാൻസ് ഇല്ല, ഇവിടെ എപ്പോൾ വരുന്നു അറിയത്തില്ല. പിന്നെ എന്തായാലും വന്നേ പറ്റൂ, അതുകൊണ്ട് വന്നു. ഇവിടെ വരാണ്ട് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോകില്ല എന്നുള്ള എൻ്റെ വാശിക്ക് ഇവിടെ നിന്ന് എൻ്റെ ഒരേ ഇറങ്ങിയല്ല. എല്ലാവരും പറയും രാവിലെ എത്ര മണിക്ക് എണിച്ചിട്ട് ഇവിടെ സൺറൈസ് കാണാൻ വരണമെന്ന്. പക്ഷെ നമ്മൾക്ക് സൺറൈസ് എന്തായാലും മിസ്സായി. പക്ഷെ നമ്മൾ വഴിയിൽ നല്ല സൺറൈസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നിയത് ഈ ഒരു സമയം വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു വൈബുണ്ട് അല്ലേടാ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഈ ഒരു യാത്രയിൽ ബാംഗ്ലൂർ മൊത്തം കണ്ടു കേട്ടോ. കാരണം നമുക്ക് പ്രത്യേകിച്ചൊരു സ്ഥലത്തിൻ്റെ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ മാപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയതാണ്. അതുകൊണ്ട് എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ ചേച്ചീനെ കാണാൻ പോയി. അങ്ങനെ ആടെ കഴിഞ്ഞു.